പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാറിയാവേശന് ഇഷ്ടം തോന്നി. കർത്താവ് ഇതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത് പിശാച് ഭരിക്കുന്ന കുറെ ശരീരങ്ങളുണ്ട്. ആമേൻ. എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ ചികിത്സിച്ചിട്ടും എത്രയൊക്കെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പോലും വിട്ടുമാറാതെ പിശാച് മുറുകെ പിടിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതായത് രോഗങ്ങൾ ഇട്ടുകൊടുത്ത് ദണ്ഡിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരെ കർത്താവ് കാണിച്ചു തരുന്നു. അതിലെ ഒരു രോഗമാണ് സോറിയാസിസ്. സോറിയാസിന് മനുഷ്യൻ്റെ കയ്യിൽ ഫലപ്രദമായ മരുന്നില്ല, പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ ഫലപ്രദമായ മരുന്നുണ്ട്. ആമേൻ. രണ്ടാമത് രോഗമാണ് ഈ വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തതിൻ്റെ പേരിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം. അതിനും ഫലപ്രദമായ മരുന്നില്ല, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ മരുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ അടുക്കെ ഞാൻ സുവിശേഷം പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചെന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ വരുന്നവരും പോകുന്നവരൊക്കെ ഇവരെ കണ്ടിട്ട് അയ്യോ ഇതെന്നാ പറ്റി, എന്ത് പറ്റിയതാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളൊരു രോഗിയെ കണ്ടിട്ട് എപ്പോഴും അവരോട് അയ്യോ ഇതെന്ത് പറ്റി, എന്താ സംഭവം, എന്താ ഇങ്ങനെ വന്നേ എന്ന് ചോദിക്കുന്നത് അവർക്കൊരു വിഷമമാണ്. ആമേൻ. രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല. അതുകൊണ്ട് തന്നെ രോഗികളെ കാണുമ്പം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് അവരെ പരിഹസിച്ച് കുത്തുവാക്ക് പറഞ്ഞ് ചെല്ലേണ്ട ഒരു കാര്യമില്ല. ആമേൻ. വിഗ്രഹത്തെ ആരാധിക്കുന്നത് അവരുടെ കുറ്റമല്ല, അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് കർത്താവ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയ കണ്ണുകളെ പിശാച് അടച്ചു വച്ചിരിക്കുകയും കുരുട്ടാക്കി വെച്ചിരിക്കുകയും ഹൃദയത്തെ കഠിനമാക്കി വെച്ചിരിക്കുകയും ദൈവത്തിന്റെ ഉപദേശം കേൾക്കാതെ വണ്ണം മനുഷ്യന്റെ ചെവികളെ മന്ദമാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ ജീവനുള്ള ദൈവത്തെ അറിയാതെ പിശാചിന്റെ വഴിയെ പോകുന്നത്. ആമേൻ. അതിനാണ് എന്നെപ്പോലുള്ളവരെയൊക്കെ കർത്താവ് ഈ ലോകത്ത് പ്രാർത്ഥിക്കാൻ നിർത്തിയിരിക്കുന്നത്. അതായത് സുവിശേഷ വേലക്കാർ, പാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ളവരെ, വിശ്വാസികൾ, ഇങ്ങനെയുള്ളവരെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് ഇപ്പം 2 രോഗം. ഈ രോഗം ഇനി തമ്പുരാൻ കാണിച്ചിരുന്നത് ഷുഗർ വന്നിട്ട് കാലിൽ വ്രണം വന്ന് ഒരിക്കലും കരിയാത്ത മുറിവുകളുള്ള ആൾക്കാരെ കർത്താവ് കാണിച്ചിരുന്നു. ഇനി 3-മത് തമ്പുരാൻ കാണിച്ചു തരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഈ അൽസിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവരെ കർത്താവ് കാണിച്ചു തരുന്നു. 4-മത്തെ ഒരു രോഗമായി കർത്താവ് കാണിച്ചിരുന്നത് സ്കിന്നിൽ അലർജി വരിക. അലർജി എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു അലർജി എന്ന് ഇങ്ങനെ ചൊറിയുന്നതല്ല. അലർജി വരിക, ചൊറിയുക, വലിയ കുരുക്കൾ പോലെ വന്നിട്ട് അത് പൊട്ടി പഴുത്ത് പ്രശ്നമാകുന്ന അസുഖമുള്ള ആൾക്കാർ, പിന്നെ ക്യാൻസർ രോഗികളായ ആളുകൾ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കർത്താവ് കാണിച്ചിരുന്നത് നമ്മുടെ ഭാഷയിൽ പൈശാചികമായൊരു പ്രവൃത്തിയാണ്. ആമേൻ. അതിനി ആരൊക്കെ എങ്ങനെയൊക്കെ ചികിത്സിച്ചിട്ടും ഒരു കാര്യമില്ല. അതിനഴിക്കണമെങ്കിൽ കർത്താവ് നിയോഗിച്ച് ആരെങ്കിലും ചെല്ലണം. ആമേൻ. ദൈവഹിതപ്രകാരം തമ്പുരാൻ അയച്ച വ്യക്തികളെ കൊണ്ടേ അതിനെ നീക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അവരുടെ രോഗത്തെ മാറ്റുന്നത് നമ്മളല്ല, നമ്മളിൽ കൂടി കർത്താവ് യേശുവാണ് ആ രോഗത്തെ മാറ്റുന്നത്. തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ രോഗത്തിന്മേൽ കർത്താവ് പൂർണ്ണ വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ആ രോഗം നിങ്ങളിൽ നിന്നും വിട്ടുമാറിയിരിക്കുന്നു. ആമേൻ. ഇനി അത് നിങ്ങളുടെ ശരീരത്തിൽ ആന്തരികമായോ ബാഹ്യമായോ ഉണ്ടാവുകയില്ല എന്ന് കർത്താവ് കാണിച്ചിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രോഗബാധകൾ അവരുടെ ശരീരത്തെ വിട്ടുപോകുന്നത് കർത്താവിനെ കാണിച്ചിരുന്നു, ആത്മീക കണ്ണാൽ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. അത് മാറിയിരിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.